പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, എൽദായ്ക്ക് മുമ്പുള്ള ഞായറാഴ്ചയാണിത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് മീക്ക പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു: ബേത്ലഹേം ഏഫ്രത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. മീക്ക 5:2. മീക്ക 5:5 പറയുന്നു: അവൻ നമ്മുടെ സമാധാനമായിരിക്കും. സമാധാന പ്രഭുവായ യേശു ജനിച്ചതിൻ്റെ മതപരമായ പശ്ചാത്തലം യഹൂദ ജനത മുഴുവൻ മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ്. അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ആ പശ്ചാത്തലം അറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ നിത്യമായ രക്ഷാപദ്ധതിയും റോമ സാമ്രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള സിസ്റ്റവും എല്ലാം എങ്ങനെ കൈകോർത്ത് പ്രവർത്തിച്ചു എന്നുള്ളത്. റോമിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ BC 44 ജൂലിയസ് സീസർ വധിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അനന്തരവനെയാണ് അവകാശിയായി അദ്ദേഹം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ജൂലിയസ് സീസർ വധിക്കപ്പെട്ട ശേഷം കുറെ കാലം റോമൻ സാമ്രാജ്യത്തിൽ വലിയ അനാർക്കിയുണ്ടായി, യുദ്ധങ്ങളുണ്ടായി. മാർക്ക് ആന്റണി ഈജിപ്തിലെ രാജ്ഞിയായിരുന്ന ക്ലയോപാട്രയോട് ചേർന്ന് റോമിനെതിരായിട്ട് റോമിലെ ഒക്ടാവിയൂസ് ഗായൂസ് എന്നായിരുന്നു അഗസ്റ്റസ് സീസറിൻ്റെ വീട്ടുപേര്. ഗായൂസ് ഒക്ടാവിയൂസ്. അദ്ദേഹം സീസറായപ്പോൾ, സീസർ ഒരാളുടെ പേരല്ല, സ്ഥാനപ്പേരാണ്, ഫറവോ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അദ്ദേഹം സീസറായപ്പോൾ ഒരു വാക്കുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു: സേസാർ അഗുസ്തുസ്. അഗുസ്തുസ് എന്ന് പറഞ്ഞാൽ മജസ്റ്റിക് എന്നുള്ള അർത്ഥമാണ്. ഓഗസ്റ്റ് അസംബ്ലി നമ്മൾ പറയാറുണ്ടല്ലോ. ഇത് ദൈവത്തിന് മാത്രം കൂട്ടിച്ചേർത്തിരുന്നൊരു വിശേഷണമാണ്. എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? BC 27 മുതൽ AD 14 വരെയുള്ള 41 വർഷക്കാലമാണ് അഗസ്റ്റസ് സീസർ റോമ സാമ്രാജ്യം ഭരിച്ചത്. ഇത് ദീർഘമായൊരു കാലമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണകീഴിൽ റോമിലെ വലിയ വിപ്ലവങ്ങളും അതുപോലെ തന്നെ ആഭ്യന്തര യുദ്ധങ്ങളും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിച്ചു. സൊസൈറ്റി വളരെ ഓർഗനൈസ്ഡായി. സാമ്രാജ്യത്തെ മുഴുവൻ ബന്ധിക്കുന്ന ഹൈവേകൾ നിർമ്മിക്കപ്പെട്ടു. ഇപ്പോഴും ടർക്കിയിൽ നിന്ന് തുടങ്ങി കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെ ഇസ്താംബൂളിൽ നിന്ന് തുടങ്ങി 1000 മൈൽ ദൂരത്തിൽ പട്ടാളക്കാർക്ക് പ്രധാനമായിട്ട് മിലിറ്ററി എക്യുപ്മെൻ്റൊക്കെ കൊണ്ടുപോകാനുള്ള വീതിയിലും വലുപ്പത്തിലും കല്ലുപാകിയ റോഡ് ഇപ്പോഴും കാണാനുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ്.
ഗ്രീക്ക് ഭാഷ റോമ സാമ്രാജ്യത്തിൽ മുഴുവൻ, പ്രത്യേകിച്ച് എലൈറ്റ് ഗ്രൂപ്പ് സംസാരിക്കാൻ തുടങ്ങി. റോമിൻ്റെ സമ്പത്ത് ക്രമാതീതമായി വർദ്ധിച്ചു. കാരണം അന്ന് അറിയപ്പെട്ട ലോകത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം ഭാഗം റോമ സാമ്രാജ്യത്തിന് കപ്പം കൊടുക്കുന്ന രാജ്യങ്ങളായി. അന്നത്തെ സിറിയ എന്ന് പറയുന്നത് ഇന്നത്തെ സിറിയ അല്ല, പേർഷ്യ, നമ്മുടെ ഏതാണ്ട് അഫ്ഗാനിസ്ഥാൻ വരെയുള്ള പ്രദേശങ്ങൾ സിറിയൻ പ്രവിശ്യയുടെ കീഴിലായിരുന്നു. അപ്പോൾ വളരെ വിശാലമായ ഒരു സാമ്രാജ്യം, ലോകം മുഴുവൻ ഒരു ഭാഷ സംസാരിക്കാൻ തുടങ്ങി. വളരെ ക്രമീകൃതമായ സംഗതി. ഈ 41 വർഷക്കാലത്തെ ഭരണത്തെ വിളിക്കുന്നത് പാക്സ് റൊമാന, റോമൻ പീസ്. റോമൻ ചരിത്രത്തിൽ ഇത്രയധികം സമാധാനവും സുസ്ഥിരതയും സാമ്പത്തികമായ ഉന്നമനവും ഉണ്ടായിട്ടുള്ള മറ്റു കാലം ഉണ്ടായിട്ടില്ല. ഇതാണ് കർത്താവായ യേശുവിൻ്റെ ജനനത്തിൻ്റെ സിവിൽ ആയിട്ടുള്ള, അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള പശ്ചാത്തലം. വലിയ ഹൈവേകൾ, യുദ്ധസാമഗ്രികൾ, പട്ടാളക്കാർ പുതിയ പുതിയ സാമ്രാജ്യങ്ങൾ കൈയടക്കാൻ വേണ്ടി പോയിരുന്ന സ്ഥലത്തുകൂടി മിഷണറിമാർ സുവിശേഷവുമായി ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിലേക്കും ചെന്നെത്തി. പഴയ നിയമകാലത്ത് ദൈവം പേർഷ്യയിൽ സൈറസ് എന്ന രാജാവിനെ ഉയർത്തി ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി. യെശയ്യായുടെ പുസ്തകം 45-ൽ ഈ പുറജാതി രാജാവായിരുന്ന, ചക്രവർത്തിയായിരുന്ന ആളെ സൈറസിനെ യെശയ്യാ വിളിക്കുന്നത് മിശിഹ എന്നുള്ള രീതിയിലാണ്. ഈ പുറജാതിക്കാരനിൽ യെശയ്യാ വരാനിരിക്കുന്ന ഒരു മിശിഹായുടെ ചിത്രമാണ് കാണുന്നത്. അങ്ങനെ സീസർ അഗസ്റ്റസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, എൻ്റെ സാമ്രാജ്യത്തിലുള്ള എല്ലാവരുടെയും പേര് എഴുതിക്കപ്പെടണം. പേരെഴുതിക്കുന്നത് എന്തിനാണ്? ഒന്ന്, എൻ്റെ സാമ്രാജ്യത്തിൽ എത്ര പേരുണ്ടെന്ന് അറിയണം. 2, അവരുടെ പ്രായമറിഞ്ഞാലേ അവരെ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 3, എല്ലാ പുരുഷന്മാരും അവരുടെയും തലയെണ്ണി അവർക്ക് നികുതി പിരിച്ചിരുന്നു. അതാണ് നമ്മുടെ നാട്ടിലെ തലവരി എന്ന് പറയുന്നതിൻ്റെ ആരംഭം റോമൻ സാമ്രാജ്യത്തിലാണ്. ഇങ്ങനെ മുമ്പ് കാലത്ത് കനേഷുമാരി കണക്ക് എടുത്ത സന്ദർഭങ്ങളിൽ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തികളിൽ യേശു ആരംഭിച്ച ദൈവരാജ്യത്തെ എങ്ങനെ നമ്മൾ സ്വീകരിക്കണോ വേണ്ടായോ എന്ന് അന്ന് ഗമാലിയേൽ എന്ന് പറയുന്ന ആൾ പറഞ്ഞു. അപ്പസ്തോല പ്രവൃത്തി 5:37 കനേഷുമാരിയുടെ കാലത്ത് ഗലീലിയനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറെ പേരെ ആകർഷിച്ച് അനുയായികളാക്കി. അവൻ നശിച്ചുപോയി, അവനും നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ റോമക്കാര് അവൻ്റെ കഴുത്ത് വെട്ടിയെന്നർത്ഥം. അങ്ങനെ കനേഷുമാരിയുടെ സമയം പ്രക്ഷോഭത്തിൻ്റെ കാലമായിരുന്നു. കാരണം അകാരണമായിട്ട് പാവങ്ങളെ പിഴിഞ്ഞാണ് റോമക്കാര് വലിയ ദൂർത്തിൽ ജീവിച്ചിരുന്നത്. ലോകത്തു നിന്ന് മുഴുവൻ ഒഴുകിയെത്തിയ ഈ കപ്പത്തിൻ്റെ
ബലത്തിൽ റോമൻ പൗരത്വമുള്ള ഒരാൾക്കും ഒരു സെക്കൻഡ് പോലും ജോലി ചെയ്ത് ജീവിക്കേണ്ടി വന്നില്ല. ജോലി ചെയ്യാതെ തന്നെ ആർഭാടത്തിൽ, ലക്ഷറിയിൽ മുഴുകിയിരുന്ന റോമൻ പൗരന്മാരെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഈ അന്യായമായ ഒപ്രസീവായിട്ടുള്ള സിസ്റ്റത്തെ യൗസേപ്പും മറിയവും എങ്ങനെയാണ് നേരിട്ടത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയുടെ ഭാഗമാണെന്ന് അവരത് മനസ്സിലാക്കി. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാം എന്ന് റോമർ 8:28 നാം വായിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ 13 അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നു, ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുക. റോമർ 13:1-2. കർത്താവായ യേശു ശിഷ്യന്മാർ ചോദിച്ചു, സീസറിന് നമ്മൾ കപ്പം കൊടുക്കണോ? അത് ഒരു പ്രൊവോക്കറ്റീവ് ആയിട്ടുള്ള, യേശുവിനെ വെല്ലുവിളിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. കർത്താവ് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. മത്തായി 22:21. അങ്ങനെ പലസ്തീനയെ സംബന്ധിച്ച് കൊളോണിയൽ ഭരണം നടത്തി പാവപ്പെട്ടവനിൽ നിന്ന് വരെ കപ്പം പിഴിഞ്ഞെടുത്ത്, ചുങ്കം പിരിച്ചെടുത്ത് സുഖമായി ആർഭാടത്തിൽ ജീവിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തിനെതിരെ മനസ്സിൽ പ്രതിഷേധമുണ്ടെങ്കിലും അത് ദൈവനിശ്ചിതമായ ഒരു അധികാര സ്ഥാനമാണെന്ന് മനസ്സിലാക്കി യാതൊന്നും ഒരു പ്രതിഷേധവും കാണിക്കാതെ 9 മാസം ഗർഭിണിയായ ഭാര്യയായ മറിയത്തെയും കൊണ്ട് 145 കിലോമീറ്റർ ദൂരെയുള്ള തൻ്റെ സ്വന്തം പട്ടണമായ ബേത്ലഹേമിലേക്ക് യൗസേപ്പ് യാത്രയായി. അത് ഒരു 13-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആദ്യത്തെ പ്രസവം എന്നുള്ള നിലയിൽ, സഹായിക്കാൻ ആരുമില്ല എന്നുള്ള നിലയിൽ ഒരു വളരെ റിസ്കി ആയിട്ടുള്ള യാത്രയാണ്. ഇന്നത്തെ കാലത്ത് ആരും അതുപോലുള്ള 9 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ ഒരിക്കലും 145 ഇന്നത്തെ ദൂരമാണ്, അന്നത്തെ ദൂരം 10-200 കിലോമീറ്ററൊക്കെ കാണും, നടന്നോ കഴുതപ്പുറത്തോ ഒക്കെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുകയില്ലല്ലോ. എന്നാൽ ചക്രവർത്തിയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി. അത് ക്വിരീനിയൂസ് എന്ന് പറയുന്ന സിറിയയിലെ ഗവർണർ അത് ആവർത്തിച്ചു. ഹെറഡ് എന്ന രാജാവ് അത് ഏറ്റുപാടി. ഈ ഹെറഡ് എന്ന രാജാവ് വലിയ മിടുക്കനും വലിയ കൺസ്ട്രക്ടറുമൊക്കെ ആയിരുന്നു. എങ്കിലും അദ്ദേഹം അതീവ ക്രൂരൻ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പല ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എങ്കിലും ഒരു ഭാര്യയെയും 3 മക്കളെയും അദ്ദേഹം കൊന്നുകളഞ്ഞു. ഈ ക്രൂരനായ ഹെറോദേസാണ് പിന്നീട് 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാനായിട്ട് ഓർഡർ ഇട്ടത്. അങ്ങനെ വളരെ പ്രക്ഷുബ്ധമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ മനസ്സിൽ കണ്ടെങ്കിൽ ഈ യേശുവിൻ്റെ ജന്മം ഏത് അന്തരീക്ഷത്തിലാണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യേശുവിൻ്റെ ദാരിദ്ര്യം, പൗലോസ്ലീഹ പറയുന്ന എല്ലാവരെയും നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കണക്കാക്കും.
യേശു ജനിച്ചപ്പോൾ യേശുവിനേക്കാൾ താഴെ ആരും ഉണ്ടാകരുത് എന്ന് യേശുവിന് നിർബന്ധം ഉണ്ടായിരുന്നതായി തോന്നുന്നു. കാരണം ഒന്ന്, സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല. ആകപ്പാടെ ഇടം കിട്ടിയത് ഒരു ഗുഹയിൽ മൃഗങ്ങളെ കെട്ടിയിരുന്ന ഒരു സ്ഥലത്താണ് അവർക്ക് സ്ഥലം കിട്ടിയത്. പക്ഷേ ആ സ്ഥലം ഒരു വലിയ അടയാളമായി. ആട്ടിടയന്മാരോട് മാലാഖമാർ പറഞ്ഞു, പിള്ളക്കച്ചകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും. പിള്ളക്കച്ച എന്ന് പറഞ്ഞാൽ പഴന്തുണി വലിച്ചു കീറി കൊച്ചു കുഞ്ഞുങ്ങളെ കയ്യും കാലും ഒക്കെ ഇങ്ങനെ ചുറ്റിയിരുന്ന ഒരു പതിവുണ്ട്. ഈ കച്ച തന്നെയാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സ്ലീഹന്മാർക്ക് അടയാളമായിട്ട് നൽകപ്പെട്ടത്. പത്രോസും യോഹന്നാനും കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെന്ന് അറിഞ്ഞ് ഓടി ഗുഹയിൽ കയറി നോക്കിയപ്പോൾ കച്ച ചുരുട്ടി വെച്ചിട്ടാണ് യേശു അവിടെ നിന്ന് സ്ഥലം വിട്ടത്. കച്ചയാണ് കണ്ടത്. അങ്ങനെ ജനനത്തിലും ഉയർപ്പിലും ഈ കച്ചയുടെ സിമ്പിൾ ഇവിടെ പ്രധാനപ്പെട്ടത്. അതുപോലെ പുൽത്തൊട്ടിയിലാണ് കിടത്തിയത്. അതിൻ്റെ സിംബോൾ, അതിൻ്റെ പ്രതീകമെന്താണ്? യേശു ബേത്ലഹേമിൽ ജനിച്ചു, അപ്പത്തിൻ്റെ ഭവനത്തിൽ. ലോകത്തിന് മുഴുവൻ ജീവന്റെ അപ്പമാകാനുള്ളവനാണ് മൃഗങ്ങൾക്ക് ഭക്ഷണം ഇട്ടുകൊടുത്തിരുന്ന പുൽത്തൊട്ടിയിൽ ജനിച്ചത്. അതിനാൽ ഇവിടെ അത് വളരെ അർത്ഥവത്താകുന്നു. 2 കൊരിന്ത്യർ 8:9 അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുവാൻ വേണ്ടി തന്നെ. ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ചൊരു വാക്യമാണ്. നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ടാണ് യേശു ദരിദ്രനായി ജനിച്ചത്. ആർക്കാണ് ദാരിദ്ര്യം ഇഷ്ടം? ആർക്കും തന്നെ ഇല്ല. പക്ഷേ നമ്മളെ സമ്പന്നരാക്കാൻ. അവസാനത്തെ പോയിന്റ് നമ്മൾ എല്ലാ ക്രിസ്മസിനും പ്രസംഗിക്കുന്ന ഒരു വാക്യം തന്നെയാണ്. അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല. രാത്രി ഉറങ്ങാൻ സ്ഥലം കിട്ടിയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. യോഹന്നാൻ 1:11 പറയുന്നു, അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. യേശു തൻ്റെ സ്വന്തം പട്ടണമായ നസ്രത്തിൽ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. സിനഗോഗിൽ യേശു സിനഗോഗിൽ വെച്ച് നല്ല മനോഹരമായ ഒരു പ്രഭാഷണം നടത്തി. യേശുവിൻ്റെ പ്രഭാഷണത്തിൽ ഒത്തിരി പേര് അത്ഭുതപ്പെട്ടു. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അത് അവർക്ക് അരോചകമായി തോന്നി. എന്തു ചെയ്തു? അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 4:29 അവനെ പാറയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ കാരണം അവർക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ യേശു പറഞ്ഞു എന്നുള്ളത്. അവര് കോപാകുലരായി എന്ന് നാം വായിക്കും. അതുപോലെ ഒരു പിശാച് ബാധിതന്റെ കാര്യം മർക്കോസ് 5:17 പറയുന്നുണ്ട്. യേശുവിനെ
സെമിത്തേരിയിൽ ശവക്കോട്ടയിൽ ജീവിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു പിശാചു ബാധിതൻ ദൂരെ വച്ച് തന്നെ യേശുവിനെ കണ്ടു. അവൻ ഓടിച്ചെന്ന് കുമ്പിട്ട് വണങ്ങി. എന്നിട്ട് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ആദ്യം പറഞ്ഞതൊക്കെ നല്ല മഹത്തായ കാര്യമാണ്. അതിനേക്കാൾ വലിയ അഡ്ജക്റ്റീവ് ആ മനുഷ്യന് പറയാനില്ല. അവൻ വിശ്വാസത്തിൻ്റെ കാതലായ കാര്യങ്ങളെ പറയാം. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അവിടം വരെ കുഴപ്പമില്ല. രണ്ടാമത് പറയുന്നതോ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ഒരുപക്ഷെ നമ്മളും ഈ മനോഭാവക്കാരൻ ആയിരിക്കാം. നിന്നെ എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ പാടില്ല. ദർ ഇസ് നോ റൂം ഇൻ ദ ഇൻ. പക്ഷെ വാട്ട് അബൌട്ട് യു? നിന്റെ സ്വന്തം ഹൃദയത്തിൽ യേശുവിൻ്റെ സ്ഥാനം എന്താണ്? നിന്റെ ചിന്തയിൽ മറ്റുള്ളവരോടുള്ള ഇടപെടലിൽ യേശുവിന് എന്ത് സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത്? നമുക്ക് ഈ ചോദ്യം ചോദിക്കാം. സത്രം സൂക്ഷിപ്പുകാരൻ ക്രൂരനായിട്ടോ അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല പറഞ്ഞത്. ഇവിടെ സ്ഥലമില്ല. കാരണം ആക്ച്വലി അത് തന്നെയായിരുന്നു, അവിടെ സ്ഥലമില്ല. സ്ഥലമില്ലാത്തതിൻ്റെ കാരണം എന്താണ്? ഇറ്റ്സ് ഓവർ ക്രൗഡഡ്. നമ്മൾ ഈ ക്രിസ്മസ് സമയത്ത് ചിന്തിക്കുക, എൻ്റെ മനസ്സ് ഓവർ ക്രൗഡഡ് ആയി കഴിഞ്ഞാൽ അവിടെ യേശുവിന് സ്ഥലം കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചിന്തകൾ, എന്ത് ഭാവനകൾ, ആലോചനകളാണ് എൻ്റെ ഹൃദയത്തിൽ നടക്കുക? കാരണം ഹൃദയമാണ് ആലയം, ദൈവത്തിൻ്റെ ആലയം. എല്ലാ സുറിയാനി പിതാക്കന്മാരും പറഞ്ഞു, നമ്മുടെ ബലിപീഠം എന്ന് പറയുന്നത് ഹൃദയമാണ്. അവിടെയാണ് ദൈവത്തിന് ബലിയർപ്പിക്കപ്പെടേണ്ടത്. ഈ ബലിപീഠം എങ്ങനെയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കുക? ഈ ചിന്തകളോടെ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈസ് ദെയർ റൂം ഫോർ ജീസസ് ഇൻ മൈ ഹാർട്ട്, ഇൻ മൈ ഫാമിലി, ഇൻ മൈ സൊസൈറ്റി? ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായി വിഷയീഭവിപ്പിക്കാൻ ഞാനിന്ന് ആഗ്രഹിച്ചത്. ദൈവം അനുഗ്രഹിക്കട്ടെ.